എവിടെ തൊട്ടോ അവിടെയൊക്കെ പൊള്ളുന്ന അവസ്ഥയാണ് CPM-ന്. ശബരിമലയിൽ തൊട്ടു കൈപൊള്ളി, ആഗോള അയ്യപ്പ സംഗമം നടത്തി, അവിടെയും തിരിച്ചടി, തദ്ദേശത്തിലും നിയമസഭയിലും തിരിച്ചടി. ഇപ്പോൾ ഇതാ കേന്ദ്ര കമ്മിറ്റി തന്നെ CPM നേതാക്കളെ, പ്രത്യേകിച്ചും കേരളത്തിലെ നേതാക്കൾക്ക് മുള്ളും മൂനയും വെച്ച് മറുപടി നൽകിക്കൊണ്ട് പൊളിച്ചെടുക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം ഗുരുതര വീഴ്ചയെന്ന CPM കേന്ദ്ര കമ്മിറ്റി. പരിപാടി സർക്കാർ സംഘടിപ്പിക്കരുതായിരുന്നുവെന്ന വിമർശനം. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ ഗുരുതര വീഴ്ചയെന്ന CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ. പരിപാടി സർക്കാർ സംഘടിപ്പിക്കരുതായിരുന്നു. ഇത് പാർട്ടിയുടെ നയങ്ങൾക്കെതിരായി. പത്മകുമാറിനെതിരെ ആദ്യമേ നടപടി വേണമായിരുന്നുവെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ബോർഡിൻ്റേതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുതായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി ഇടപെടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. നടപടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. വിശ്വാസം വീണ്ടെടുക്കാൻ CPM ജനകീയ ഇടപെടലുകൾ സജീവമാക്കണമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശവുമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജനവിശ്വാസം വീണ്ടെടുക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സജീവമാക്കണമെന്ന CPM നിർദ്ദേശം. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുള്ള പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ ശക്തിപ്പെടുത്താൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് CPM കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം നൽകി. നിയമസഭയ്ക്കകത്തും പ്രവർത്തനം കുറെ കൂടി ശക്തിപ്പെടുത്തണം. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചു. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലാണ് വിശദ ചർച്ച നടന്നത്. കേരളത്തിൽ താഴെത്തട്ടിൽ നിർജീവമായ സംഘടനാ ശേഷി വീണ്ടെടുക്കാൻ ആവശ്യമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് യോഗം നിർദ്ദേശിച്ചു. ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം മാറിയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി. ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനാകുന്നെങ്കിലും പ്രവർത്തനം വിപുലപ്പെടുത്താൻ ആവശ്യമായ വിഭവ പരിമിതി അലട്ടുന്നുണ്ടെന്ന് ബംഗാൾ നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ പെരുമാറ്റത്തിൽ പിഴവുകൾ ഉണ്ടായെന്നും അടിമുടി തിരുത്താൻ തയ്യാറാണെന്നും CPM. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ഒടുവിൽ CPM. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ചയുണ്ടായതായി കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തൽ ഉണ്ടായതായി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കേരളത്തിലെയും ബംഗാളിലെയും തിരിച്ചടി മറികടക്കാൻ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന സമിതി ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ അടിമുടി തിരുത്തൽ നടപടികൾ വേണമെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. CPM നേതാക്കളുടെ പെരുമാറ്റത്തിൽ പിഴവുകളുണ്ടായി. വിനയം, ക്ഷമ, കൃത്യമായ മറുപടി എന്നിവയിൽ വീഴ്ച സംഭവിച്ചു. കേന്ദ്ര കമ്മിറ്റി രേഖയിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നതായി ജനറൽ സെക്രട്ടറി MA ബേബി ചൂണ്ടിക്കാട്ടി. വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടിക്ക് ജാഗ്രത കുറവുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ച സംഭവിച്ചു. സ്വയം വിമർശനം നടത്തേണ്ടാത്തവരായി പാർട്ടിയിൽ ആരുമില്ല. തിരിച്ചടി മറികടക്കാൻ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന സമിതി ചേരുമെന്നും ആത്മാർത്ഥമായ നടപടികൾ ഉണ്ടാകുമെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. നേതൃമാറ്റ സാധ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിൽ കേരള നേതാക്കൾക്കെതിരെ കുറ്റപ്പെടുത്തലില്ല എന്നായിരുന്നു MA ബേബിയുടെ മറുപടി.